കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത അറിയാലോ. 16ാമത് കേരള നിയമസഭയിലേക്ക് ആരൊക്കെ തിരഞ്ഞെടുക്കപ്പെടും എന്നറിയാനുള്ള സുദിനമാണിന്ന്. റണ്ണിങ്ങിന് താല്പര്യമുള്ള ഞാൻ വിജയിച്ചു വരുന്നവർക്കും തോറ്റവർക്കും എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി 16 കിലോമീറ്റർ ഓടി നിങ്ങളുടെ പിന്തുണ അറിയിക്കുകയാണ്. ഞങ്ങളുടെ മണ്ഡലത്തിൻ്റെ വോട്ടെണ്ണുന്നത് അങ്കമാലിയിലാണ്. അങ്കമാലി നിയോജക മണ്ഡലത്തിൽ റോജി എം ജോണും സാജി പോളും ആണ് പ്രധാന മത്സരം. ആര് ജയിച്ചാലും അവർക്ക് ആശംസകൾ അറിയിക്കുകയാണ്. അതിനാൽ ഞാൻ ഇന്നൊരു 16 കിലോമീറ്റർ ഓടുകയാണ്. എൻ്റെ നാടായ കുറുമശ്ശേരിയിൽ നിന്ന് അങ്കമാലിയിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ, തിരിച്ച് ഇങ്ങോട്ടും 8 കിലോമീറ്റർ. ഈ ഇലക്ഷൻ ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കുന്നൊരു റിസൾട്ടായിരിക്കും വരാൻ പോകുന്നത്. പിണറായി വിജയൻ സർക്കാരിൻ്റെ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭ 10 വർഷം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഭരിക്കുന്നത്. പിണറായി 3-0 ആണ് LDF പ്രതീക്ഷിക്കുന്നതെങ്കിലും ജനങ്ങളുടെ വികാരം മറിച്ചാവാനാണ് സാധ്യത. അതായത് എല്ലാ എക്സിറ്റ് പോളുകളും UDF അനുകൂലമായിട്ടാണ് ഇത് എഴുതുന്നതെന്ന് പറയുന്നത്. ഒരു അത്ഭുതം സംഭവിച്ചു കൂടായികയില്ല. എന്നിരുന്നാലും ടെൻഷൻ ഏറ്റവും കൂടുതലുള്ളത് UDF ഇത് ജയിച്ചാലും ടെൻഷൻ, തോറ്റാലും ടെൻഷൻ എന്ന് പറഞ്ഞു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രായമായി. ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ബാധിക്കുന്നൊരു വിഷയമല്ല. എന്നിരുന്നാലും പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറേ മന്ത്രിമാർ ജീവൻ മരണ പോരാട്ടത്തിലാണ്. UDF സംബന്ധിച്ച് ഭരണം കിട്ടുകയാണെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും എന്നുള്ളത് ഭയങ്കര വിഷയമാണ്. അതായത് VD സതീശൻ നല്ല ടെൻഷനിലാണ്. ഇതുവരെ ഒരു പാർലമെൻ്ററി സ്ഥാനത്ത് നിന്നുകൊണ്ട് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് VD സതീശനാക്കോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉണ്ട് ജനങ്ങൾക്ക്. ജനവികാരം VD സതീശന് അനുകൂലമാണ്. പക്ഷേ പാർട്ടി എന്ത് തീരുമാനിക്കുമെന്ന് അറിയില്ല. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ശക്തമായ സ്വാധീനമുണ്ട്. അപ്പോൾ എനിവേ നമ്മൾ ഓട്ടം തുടരും. ഇന്നൊരു സ്പെഷ്യൽ ഓട്ടമാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ. ഗിരീഷ് കുമാർ.